ഇന്ന് ഞാൻ പാവയ്ക്ക ക്യാരറ്റ് കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു വലിയ പാവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ക്യാരറ്റും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, ഒരു വലിയ സവാള ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, 2 ഉണക്കമുളക്, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത്, വെളിച്ചെണ്ണ, ഉപ്പ്, കടുക്. ഇത്രയാണ് ഈ തോരന് ആവശ്യമുള്ള സാധനങ്ങൾ. സ്റ്റവ് കത്തിച്ച് ഒരു കടായി വെച്ച് കടായി ഒന്ന് ചൂടാകട്ടെ. കടായി ചൂടാകുമ്പോൾ അതിൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുകൊക്കെ പൊട്ടി ഞാൻ 1 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചത്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഒരു തണ്ട് കറിവേപ്പില, 2 ഉണക്കമുളക്, വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് പച്ചമുളക് ചേർക്കാം, അതൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് ചെറുതായി ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞതും കൂടെ ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ചെറുതായി വാടുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് അടച്ച് വയ്ക്കും. മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 2 വെളുത്തുള്ളി അല്ലി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്യുക. ജാറിലേക്ക് നമുക്ക് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക.
നമുക്കത് അടച്ചു വെച്ച് കുറച്ച് ടൈം കൂടെ ഒന്ന് വേവിക്കാം. ലോ ഫ്ലെയിമിൽ തുറക്കാം. ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ക്യാരറ്റ് സൈഡിലോട്ടാക്കി, ക്യാരറ്റും പാവയ്ക്കെല്ലാം സൈഡിലോട്ട് മാറ്റിയ ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പൊന്ന് ഇളക്കി കൊടുക്കാം, പച്ചമണം മാറുന്നവരെ. പച്ചമണമൊക്കെ മാറി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പാവയ്ക്ക ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ക്യാരറ്റ് പാവയ്ക്ക തോരൻ റെഡി. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. എൻ്റെ വീഡിയോ അതേ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കയ്പും കുറവാണ്. ക്യാരറ്റും നല്ല ഇട്ടതാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഫ്ലെയിം ഓഫ് ചെയ്യുക. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. പാവയ്ക്ക ക്യാരറ്റ് തോരൻ റെഡി.